വോട്ടെടുപ്പ് തുടങ്ങി ആദ്യ 4 മണിക്കൂർ പിന്നിടുമ്പോഴും ബസ്തർ മേഖലയിൽ മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാവോയിസ്റ്റ് അക്രമത്തിന്റെ വാർത്തകൾ പുറത്തുവന്നു. തങ്ങളുടെ സ്വാധീന മേഖലകളിൽ എല്ലായിടത്തും മാവോയിസ്റ്റുകൾ അക്രമം നടത്തി. കാങ്കീർ, സുക്മ ജില്ലകളിലായിരുന്നു വ്യാപകമായ അക്രമം. കാങ്കീറിലെ സിദ്രം പോളിംഗ് സ്റ്റേഷനിൽ മാവോയിസ്റ്റുകളും സുരക്ഷാ സൈനികരും തമ്മിൽ മണിക്കൂറുകളോളം വെടിവയ്പുണ്ടായി. ഏകദേശം 2 മണിക്കൂറിന് വെടിവയ്പ് നടത്തിയാണ് മാവോയിസ്റ്റുകളെ തുരത്താൻ സുരക്ഷാ സൈനികർക്ക് ആയത്. ഒരു BSF ജവാന് ഇവിടെ പരിക്കേറ്റിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികൾ തട്ടിക്കൊണ്ടുപോയി ഉദ്യോഗസ്ഥരെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്. ദന്തേവാഡയിലെ ധനീഗർഗ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ 5 കിലോഗ്രാം ഭാരമുള്ള 2 കുഴിബോംബുകൾ സുരക്ഷാ സൈനികർ നിർവീര്യമാക്കിയ വാർത്തയും പുറത്തു വരുന്നുണ്ട്. അന്തഗഡ് പോളിംഗ് സ്റ്റേഷന് സമീപം മറ്റൊരു കുഴിബോംബ് പൊട്ടിത്തെറിക്കുകയും ഇവിടെ ഒരു BSF ജവാന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പാനിഡോഗ്രി ബൂത്തിൽ നിന്നും പോളിംഗ് സാമഗ്രികൾ തട്ടിക്കൊണ്ടുപോയതായ വാർത്തയും പുറത്തു വരുന്നുണ്ട്. ആദ്യ 4 മണിക്കൂറിനുള്ളിൽ 10% മുകളിൽ പോളിംഗ് നടന്നു എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതിനിടയിലാണ് കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ ഒരു വാർത്തയും പുറത്തു വരുന്നത്. ജഗ്ദൽപൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സോമു കശ്യപിനാണ് BJP പ്രവർത്തകരിൽ നിന്നും മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി വെളുപ്പിനെയായി 3 മണിക്കായിരുന്നു സംഭവമുണ്ടായത്. മദ്യം വിതരണം ചെയ്ത BJP പ്രവർത്തകരെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് സോമു കശ്യപ് പറഞ്ഞത്. കശ്യപിനൊപ്പം മറ്റ് 3 കോൺഗ്രസ് പ്രവർത്തകർ കൂടി മർദ്ദനമേറ്റിട്ടുണ്ട്. ഇവർ 4 പേരും ഇപ്പോൾ ജഗ്ദൽപൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ BJP പ്രവർത്തകർ ഈ പൂർണ്ണമായും ഇത് നിഷേധിച്ചിരിക്കുകയാണ്. തങ്ങളാണ് മർദ്ദിച്ചതെന്നാണ് BJPക്കാർ പറയുന്നത്. എന്തായാലും പോളിംഗ് മന്ദഗതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. പല ഗ്രാമീണ മേഖലകളിലും പോളിംഗ് തടസ്സപ്പെട്ടിട്ടുമുണ്ട്. രാജ്നന്ദ്ഗാവിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ പോളിംഗ് 8 മണിക്കാണ് തുടങ്ങിയത്. ബസ്തർ മേഖലയിൽ മാത്രമാണ് 7 മണിക്ക് പോളിംഗ് തുടങ്ങിയത്. രാജ്നന്ദ്ഗാവിൽ 8 മണിക്ക് തുടങ്ങിയ പോളിംഗ് ഇപ്പോഴും സുഗമമായി പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ചില ഗ്രാമഭാഗങ്ങളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാവോയിസ്റ്റുകൾ തട്ടിക്കൊണ്ടുപോയത് മൂലവും ചില സാങ്കേതിക തകരാറ് മൂലവും വോട്ടിംഗ് തടസ്സപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വൈകുന്നേരം 3 മണിയോടുകൂടി ബസ്തർ മേഖലയിലെ വോട്ടിംഗ് അവസാനിക്കും. ഇപ്പോഴും മന്ദഗതിയിൽ തന്നെയാണ് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയിൽ.